ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന സാവിത്രിയുടെ ആഖ്യാനം. ഭർത്താവായ സത്യവാൻ ക്ഷീണായുസാണ്, അല്പായുസാണ് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ വരിച്ച് വിവാഹം ചെയ്ത് പതിവ്രതാധർമ്മം അനുഷ്ഠിച്ച സാവിത്രി കാട്ടിലെ ഭർത്താവിൻ്റെ കൂടെ ചെന്ന് പെട്ടെന്ന് കാട്ടിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ യമധർമ്മൻ അദ്ദേഹത്തിൻ്റെ ആ ജീവസ്വരൂപത്തെ, അങ്കുഷ്ഠമാത്രമായ ജീവസ്വരൂപത്തെ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ ആ യമധർമ്മനെ പിന്തുടർന്ന് ചെല്ലുന്ന സാവിത്രി യമധർമ്മനുമായിട്ട് എന്തൊക്കെയാണ് ധർമ്മകാര്യങ്ങൾ സംസാരിച്ചത്, ആ ധർമ്മ സംവാദത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അവർ തമ്മിലുള്ള സംഭാഷണം. സാവിത്രി എന്താണ് സനാതനധർമ്മം എന്ന കാര്യം വിശദീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത് നമുക്കും ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ്. അവൾ പറഞ്ഞു, തപസ്, ഗുരുഭക്തി, ഭ്രാതൃസ്നേഹം, വ്രതം, അതുപോലെ അങ്ങയുടെ പ്രസാദം, ഈ കാര്യങ്ങളെ കൊണ്ട് എൻ്റെ മാർഗത്തിന് ഒരു തടസ്സവുമില്ല. എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, അങ്ങയെ പിന്തുടരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ പിന്തിരിയുന്നത്? പ്രാഹുസപ്തപദം മൈത്രം ബുധാസ്തത്വാർത്ഥദർശിന മിത്രം ച പുരസ്കൃത്യ കിഞ്ചിത് വക്ഷ്യാമി തച്ഛൃണു. നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുദ്ഗലൻ്റെ കഥയിലും മറ്റും പറഞ്ഞു. പ്രാഹുസപ്തപദം മൈത്രം, 7 അടി ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ സൗഹാർദ്ദം, മിത്രത ഉണ്ടാകും എന്ന് നമ്മുടെ സ്മൃതികൾ, വേദങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അറിവുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്, തത്വചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ മിത്രങ്ങളായിരിക്കുന്നു എന്ന് യമധർമ്മനോട് സാവിത്രി പറയുകയാണ്. നോക്കുക, സാവിത്രിയുടെ ധൈര്യവും ചങ്കുറപ്പും, ഒരു സ്ത്രീ എന്ന രീതിയിൽ ധർമ്മബോധവും, അതുപോലെ ശാസ്ത്രാർത്ഥത്തെ വിചാരം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. യമധർമ്മനോട് തന്നെ ധർമ്മത്തിൻ്റെ തത്വങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സുഹൃത്തായി കണ്ടുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ ധർമ്മകാര്യം സംസാരിക്കുകയാണ് സാവിത്രി. ഭാരത സ്ത്രീകളുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് സാവിത്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ മിത്രതയെ പുരസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ പറയുന്നു, അത് അങ്ങ് കേൾക്കണം. എന്താണ്? ധർമ്മം അനുഷ്ഠിക്കുന്നതിന് മാത്രമേ കാട്ടിൽ കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് കഴിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിദ്വാൻമാർ ധർമ്മം ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞത്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമധർമ്മങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ആ ബ്രഹ്മചര്യാശ്രമത്തിൽ തന്നെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങുന്നു. അതിനെ തന്നെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് ബാക്കി 2ഉം 3ഉം ആയിട്ടുള്ള ആശ്രമങ്ങളും സന്യാസധർമ്മവും നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ധർമ്മത്തിലാണ് എന്നുള്ളത് കൊണ്ട് ധർമ്മമാണ് പ്രധാനം എന്ന് ആളുകൾ പറയുന്നു. ഇത് ശരിയല്ലേ? യമധർമ്മൻ പറഞ്ഞു, നിവർത്ത തുഷ്ടോസ്മി തവാനയാഗിര സ്വരാക്ഷരവ്യഞ്ജന ഹേതുയുക്തയാ. അല്ലയോ സാവിത്രി, നിന്റെ ഈ നല്ല വാക്കുകളെ കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു. തിരിച്ചു പോകൂ സാവിത്രി. നിന്റെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പരിശുദ്ധമാണ്. അത് പരസ്പരം ചേർന്ന് നിൽക്കുന്നതും അത് നൽകുന്ന അർത്ഥവ്യാപ്തിയൊക്കെ തന്നെ അത് ശ്രേഷ്ഠമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. നീ പറഞ്ഞ ധർമ്മ ചിന്ത. തിരിച്ചു പോകൂ. നീ എന്തെങ്കിലും വരം ചോദിച്ചോളൂ. വരം വൃണേഷ്വേഹ വിനാസ്യ ജീവിതം ദദാനിതേ സർവമനിന്ദിതേ വരം. ഹേ അനിന്ദിതേ, നീ ഈ സത്യവാൻ്റെ ജീവിതം ഒഴിച്ച് മറ്റെന്തും നീ വരമായി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സാവിത്രി ചോദിച്ചു, സ ലബ്ധചക്ഷുർബലവാൻ ഭവേന്നൃപ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, സത്യവാൻ്റെ അച്ഛൻ ജുമത്സേനൻ ലബ്ധചക്ഷുസ്സാകണം, കണ്ണ് തിരിച്ചു കിട്ടണം അദ്ദേഹത്തിന്. യമൻ പറഞ്ഞു, ശരി, നിൻ്റെ ആ ശ്വശുരന് കാഴ്ചശക്തി തിരിച്ചു കിട്ടും, നീ തിരിച്ചു പോകും. നിൻ്റെ ശരീരം ക്ഷീണിക്കും, നിനക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. സാവിത്രി പറഞ്ഞു, ഭർത്താവിനെ അനുഗമിക്കുന്ന ഒരു പതിവ്രതയായ പത്നിക്ക് ഒരിക്കലും ക്ഷീണം തോന്നുകയില്ല. എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ. എന്താണ്? സദാം സകൃത് സംഗതമീപ്സിതം വരം ഈപ്സിതം പരം തതഃപരം മിത്രമിതി പ്രചക്ഷതേ നച ആഫലം സത്പുരുഷേണ സംഗതം തതഃ സദാം സന്യവസേ സമാഗമേ. എന്നെ പറയുന്ന കാര്യം സത്യമാണോ എന്ന് നോക്കണം. അങ്ങ് എന്താണ്? സജ്ജനങ്ങളുമായിട്ടുള്ള ഒരു നിമിഷ നേരത്തെ സംഗമം പോലും ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ സംഗമത്തേക്കാൾ ശ്രേഷ്ഠമാണ് അവരുമായിട്ട് മൈത്രി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം ഒരിക്കലും അഫലം ആവുകയില്ല, ഫലവത്താകാതെ വരികയില്ല. അതിലെന്തെങ്കിലും ഒരു നല്ല ഫലമുണ്ടായിരിക്കും. അതുകൊണ്ട് സത്പുരുഷന്മാരുമായിട്ട് എന്നും ചേർന്നിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ശരിയല്ലേ? യമൻ പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ബുദ്ധിമാന്മാർ പറയുന്ന ഏറ്റവും ബുദ്ധിയുക്തമായ കാര്യമാണ് നീ പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിവർദ്ധകമായ വാക്യമാണ് നീ പറഞ്ഞിരിക്കുന്നത്.
ഹിതകരമായ കാര്യമാണ് നീ പറഞ്ഞിരിക്കുന്നത്, മനസ്സിന് അനുകൂലമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വിനാപന സത്യവതോസ്യ ജീവിതം വരം ദ്വിതീയം വരയസ്വ ഭാമിനി. ഹേ ഭാമിനി, സത്യവാന്റെ ജീവനൊഴിച്ച് നീ രണ്ടാമത് വരം കൂടി എന്നോട് ചോദിച്ചോളൂ, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. സാവിത്രി പറഞ്ഞു, സ്വമേവ രാജ്യം ലഭതാം സപാർത്ഥിവ. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണം. എൻ്റെ അച്ഛൻ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാനും വരം തരണം. അതും ഞാൻ തന്നിരിക്കുന്നു. യമധർമ്മൻ പറഞ്ഞു, നീ തിരിച്ചു പോകൂ, നീ ക്ഷീണിക്കും, നിന്റെ ശരീരം ക്ഷീണിച്ചു പോകും, നിനക്ക് നടക്കാൻ സാധിക്കില്ല. സാവിത്രി പറഞ്ഞു, അങ്ങ് പ്രജകളെ നിയമം കൊണ്ട് നിയന്ത്രിക്കുന്നവനാണ്, അവരർഹിക്കുന്ന ലോകത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ്, എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അങ്ങയെ യമൻ എന്ന് പറയുന്നത്. ആ യമനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാ ഗിര അനുഗ്രഹശ്ച ദാനം ച സതാം ധർമ്മ സനാതന. സജ്ജനങ്ങളുടെ സനാതന ധർമ്മം എന്താണ്? സർവഭൂതേഷു അദ്രോഹ. ഒരു ജീവിയെയും സകല ജീവജാലങ്ങളിലും ദ്രോഹബുദ്ധി കാണിക്കാതിരിക്കുക, അഹിംസ തന്നെയാണ്. അതെങ്ങനെ? കർമ്മണ മനസാ ഗിര. കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതും അനുഗ്രഹിക്കുക, ദാനം ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ത്? സനാതനമായ ധർമ്മം. അതുകൊണ്ട് സജ്ജനങ്ങൾ ശത്രുക്കളിൽ പോലും ദയ കാണിക്കാറുണ്ട്. അപ്പം അങ്ങ് എന്നിൽ ദയ കാണിക്കണം എന്നാണ് സാവിത്രിയുടെ പറയുന്നതിൻ്റെ വിവക്ഷ. ഇത് കേട്ട് യമധർമ്മൻ വളരെ കോരിത്തരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, പിപാസിതസ്യേവ ഭവേദ്യഥാ പയസ്തഥാ ത്വയാ വാക്യമിതം സമീരിതം. ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം കിട്ടിയതുപോലെയാണ് നിന്റെ ഈ വാക്കുകൾ. എൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നു, കുളിർപ്പിക്കുന്നു. സത്യവാൻ്റെ ജീവനൊഴിച്ച് നീ എന്തും ചോദിച്ചോളൂ, മൂന്നാമത്തെ വരം ഞാൻ തരാമെന്ന് പറഞ്ഞു. സാവിത്രി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ എൻ്റെ അച്ഛൻ, ഇദ്ദേഹത്തിൻ്റെ അല്ല, എൻ്റെ അച്ഛനായ ആരാണ്? അശ്വപതി. ആ അശ്വപതിക്ക് അനപത്യനാണ് അദ്ദേഹം. ആൺകുട്ടികളില്ല അദ്ദേഹത്തിന്. 100 പുത്രന്മാരുണ്ടാകണം എന്നാണ് യമധർമ്മൻ പറഞ്ഞു. അദ്ദേഹത്തിന് 100 പുത്രന്മാർ, വീരവന്മാരായിട്ട് 100 പുത്രന്മാർ അദ്ദേഹത്തിന് ഉണ്ടാകും. നീ തിരിച്ചു പോകും, നീ വളരെ ദൂരം നടന്നിരിക്കുന്നു. സാവിത്രി പറഞ്ഞു, ഭർത്താവിനെ അനുഗമിക്കുന്ന ഒരു സ്ത്രീക്ക് ദൂരമൊന്നും പ്രശ്നമല്ല പ്രഭോ, എല്ലാം അടുത്ത് തന്നെ തോന്നും, ദൂരത്തെ അറിയുകയില്ല. ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. അവനവനേക്കാളും മനുഷ്യൻ സജ്ജനങ്ങളെ, സത്പുരുഷന്മാരെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണ്? ആ സത്പുരുഷന്മാർ സർവഭൂത സൗഹാർദ്ദമുള്ളവരാണ്, സകല ജീവജാലങ്ങളോടും സൗഹാർദ്ദമുള്ളവരാണ്. അതുകൊണ്ട് അങ്ങേ പോലെയുള്ള സത്പുരുഷന്മാർക്ക് എല്ലാവരോടും കാരുണ്യമുണ്ടായിരിക്കും, സൗഹാർദ്ദമുണ്ടായിരിക്കും. അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. യമൻ പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. സത്യവാൻ്റെ ജീവനൊഴിച്ച് നീ 4മതൊരു വരം കൂടി വാങ്ങിക്കോളൂ. അപ്പോൾ സാവിത്രി പറഞ്ഞു, ഈ സത്യവാനിൽ നിന്നും എനിക്ക് 100 പുത്രന്മാരുണ്ടാകണം. എന്താണ്? ഈ സത്യവാനിൽ നിന്നും എനിക്ക് 100 പുത്രന്മാരുണ്ടാകണം. യമൻ ഒന്നും ആലോചിക്കാതെ ആ സാവിത്രിയോടുള്ള ആ സ്നേഹാധിക്യം കൊണ്ട് പറഞ്ഞു, തീർച്ചയായും നിനക്ക് പരാക്രമികളായ 100 പുത്രന്മാരുണ്ടാകും, നീ തിരിച്ചു പോകൂ സാവിത്രി. സാവിത്രിക്ക് മനസ്സിലായി, താൻ യമനെ തോൽപ്പിച്ചിരിക്കുന്നു, യമൻ തൻ്റെ വരുതിയിൽ വന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തോട് കാര്യം പറയാം. സതാം സദാ ശാശ്വത ധർമ്മവൃത്തി. വീണ്ടും സാവിത്രി പറയുകയാണ്, സജ്ജനങ്ങളുടെ ശാശ്വത ധർമ്മവൃത്തി, സനാതന ധർമ്മത്തിലുള്ള അവരുടെ സഞ്ചാരം, അതിലുള്ള അവരുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കും? സന്തോ ന സീതന്തി നചവ്യഥന്തി. സജ്ജനങ്ങൾ, സത്പുരുഷന്മാർ അവരുടെ കർമ്മങ്ങൾ ദുഃഖിക്കുകയില്ല, വ്യഥയും ദുഃഖവും അവർക്കുണ്ടാവുകയില്ല. സതം സദ്ഭിർ നാഫല സംഗമോസ്തി. ഒരു സത്പുരുഷൻ മറ്റൊരു സജ്ജനത്തെ കാണുന്ന ആ സംഗമം ഒരിക്കലും വിഫലമാവുകയില്ല. ഒരു സത്പുരുഷന് മറ്റൊരു സത്പുരുഷനിൽ നിന്നും ഭയവും ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങയിൽ നിന്നും ഭയമില്ലാത്ത അവസ്ഥയുണ്ടാക്കി, അങ്ങേ കണ്ടത് എനിക്ക് സാഫല്യമുണ്ടായി. ആ കാഴ്ച, നമ്മുടെ സംഗമം സഫലമായി തീർന്നിരിക്കുന്നു. പിന്നെയോ, സന്തോഹി സത്യേന നയന്തി സൂര്യം സന്തോ ഭൂമിം തപസാ ധാരയന്തി സന്തോ ഗതിർഭൂതഭവ്യസ്യ രാജൻ സതാം മധ്യേ നാമസീതന്തി സന്തഃ. സജ്ജനങ്ങൾ, സത്പുരുഷന്മാർ സത്യം കൊണ്ട് സൂര്യനെ പോലും നയിക്കുന്നു. അവർ ഭൂമിയെ സ്വയം ധരിക്കുന്നു. അവരുടെ തപസ് കൊണ്ട് അവർ ഭൂമിയെ പോലും ധരിക്കുന്നു. അവർ സകല ജീവജാലങ്ങൾക്കും, ഇതുവരെ ജനിച്ച ജീവികൾക്കും ഇനി ജനിക്കാനിരിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ തന്നെ ആശ്രയമായിത്തീരുന്നു, ഗതിയായിത്തീരുന്നു സജ്ജനങ്ങൾ. അതുകൊണ്ട് സജ്ജനങ്ങളുടെ മധ്യത്തിൽ ഒരിക്കലും നല്ല ആളുകൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അങ്ങയുടെ മുന്നിലെത്തിയിട്ട് എനിക്കും ദുഃഖമുണ്ടാവുകയില്ല എന്നാണ് സാരം. യമൻ പറഞ്ഞു,
യഥാ ഭാഷസി ധർമ്മസംഹിതം മനോനുകൂലം സുപദം മഹാർത്ഥവൽ. അല്ലയോ സാവിത്രി, നീ പറയുന്ന ഈ ധർമ്മസംഹിതയുടെ വാക്യങ്ങൾ എൻ്റെ മനസ്സിന് സുഖം നൽകുന്നതും മഹത്തായ അർത്ഥമുള്ളതുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴിതാ തഥാ മേ ത്വയി ഭക്തിരുത്തമ, നിന്നിൽ എനിക്കിതാ ഭക്തി വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ നിന്റെ ആരാധകനായി തീർന്നിരിക്കുന്നു. നീ നിനക്ക് അസാധ്യമായ വരങ്ങൾ നീ എന്നോട് വാങ്ങിക്കൊള്ളു. അവിടെ യമധർമ്മൻ വേറെ ഒരു തരത്തിലുള്ള ഉപാധികളും പറഞ്ഞില്ല. അപ്പോൾ സാവിത്രി പറഞ്ഞു, സത്യവാൻ ജീവിക്കണം. നകാമയെ ഭർത്തൃവിനാകൃത സുഖം, നകാമയെ ഭർത്തൃവിനാകൃത ദിവം, നകാമയെ ഭർത്തൃവിനാകൃത ശ്രിയം, ന ഭർത്തൃഹീന വ്യവസാമി ജീവിതം. ഭർത്താവില്ലാതെ ഞാൻ സുഖത്തെ ആഗ്രഹിക്കുന്നില്ല, സ്വർഗത്തെ ആഗ്രഹിക്കുന്നില്ല, ശ്രേയസ് ആഗ്രഹിക്കുന്നില്ല. ഭർത്താവില്ലാതെ ഞാൻ ജീവിക്കാനും ആഗ്രഹിക്കുന്നില്ല ധർമ്മരാജാവേ എന്ന് പറഞ്ഞു. 100 പുത്രന്മാർ വരമായിട്ട് അങ്ങ് തന്നു. അങ്ങയുടെ വാക്ക് അസത്യമാകാൻ പാടില്ല. എനിക്ക് 100 പുത്രന്മാരുണ്ടാകണമെങ്കിൽ പതിവ്രതയായ എനിക്ക് ഈ സത്യവാൻ ജീവിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം ജീവിക്കണം, അങ്ങയുടെ വാക്ക് സത്യമാകണം. യമധർമ്മൻ തോറ്റു, പരാജയപ്പെട്ടു. അദ്ദേഹം ആ പാശം വിട്ട് സത്യവാനെ മോചിപ്പിച്ചു. ഇതാ നിന്റെ ഭർത്താവ് മുക്തനായിരിക്കുന്നു, അരോഗനായിരിക്കുന്നു. അവൻ ഇനി 400 വർഷം നിന്റെ കൂടെ ജീവിക്കും. 100 പുത്രന്മാർ നിനക്കുണ്ടാകും. നിന്റെ അച്ഛന് 100 പുത്രന്മാർ, നിനക്ക് 100 വീരന്മാരായ ഭ്രാതാക്കൾ, സഹോദരന്മാരുണ്ടാകും. ഒരിക്കൽ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. യമൻ അങ്ങനെ അനുഗ്രഹിച്ചു. സാവിത്രി തിരിച്ചു വന്നു, ഓടി വന്നു, സത്യവാൻ്റെ ശിരസ് തന്നെ മടിയിൽ വെച്ചു. അടുത്ത നിമിഷം തന്നെ സത്യവാൻ കണ്ണു തുറന്ന് ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട്, ഞാൻ കുറേ നേരം ഉറങ്ങിപ്പോയി. ആരാണ് എന്നെ വലിച്ചു കൊണ്ടുപോയ ഒരു കറുത്ത പുരുഷൻ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. സാവിത്രി പറഞ്ഞു, അത് പ്രജാസംയമനൻ ആയിട്ടുള്ള യമനാണ്. അങ്ങ് എഴുന്നേൽക്കൂ, രാത്രി വളരെ ഇരുട്ടി, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. സത്യവാൻ പറഞ്ഞു, ഞാൻ ഫലം ശേഖരിക്കാനാണ് വന്നത്. വിറക് വെട്ടുന്ന ഇടയിൽ എനിക്ക് തലവേദന വന്നു, ഉറക്കം വന്നു. ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഘോരമായ ഒരു തമസ്, ഇരുട്ടും പിന്നെ മഹാകായനായ ഒരു പുരുഷനെയും ഞാൻ കണ്ടു. അതാരാണ്, എന്താണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു. സാവിത്രി പറഞ്ഞു, എല്ലാം നമുക്ക് നാളെ പറയാം. രാത്രി ഇരുട്ടിയിരിക്കുന്നു, രാക്ഷസന്മാർ ഇറങ്ങി നടക്കുന്ന സമയമാണ്, ക്രൂരമൃഗങ്ങളുള്ള കാടാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. സത്യവാൻ പറഞ്ഞു, പക്ഷെ വഴി കാണുന്നില്ലല്ലോ, ഇരുട്ടാണല്ലോ. സാവിത്രി പറഞ്ഞു, ദൂരെ ഒരു വൃക്ഷത്തിന് തീ പിടിച്ചിട്ടുണ്ട്. ആ വൃക്ഷം കത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാട് കടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാൻ സാധിക്കുമോ? സത്യവാൻ പറഞ്ഞു, എനിക്ക് വേദനയൊക്കെ ഇപ്പോൾ പോയി, ഞാൻ സ്വസ്ഥനാണ്. പക്ഷെ എനിക്കിപ്പോൾ ദുഃഖം എന്താണ്, അച്ഛനമ്മമാർ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടായിരിക്കും. പണ്ട് പറഞ്ഞിരുന്നു, മോനെ നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. ആ അച്ഛൻ ഇത്രയും വൈകിട്ട് ചെല്ലാതിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, കണ്ണ് കാണാത്ത അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യവാൻ കരച്ചിൽ അടക്കാൻ സാധിച്ചില്ല, ഉറക്കെ കരഞ്ഞു. സാവിത്രി സത്യവാൻ്റെ കണ്ണീരൊപ്പി. എന്നിട്ട് പറഞ്ഞു, ഈ പഴങ്ങളൊക്കെ നമുക്ക് നാളെ വന്ന് കൊണ്ടുപോകുക, ഇവിടെ കിടക്കട്ടെ, ഞാൻ അങ്ങയെ താങ്ങി എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. മഴു സാവിത്രി തന്നെ കയ്യിൽ പിടിച്ചു. സത്യവാനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തൻ്റെ തോളിൽ താങ്ങി പിടിപ്പിച്ച് സത്യവാനെ സാവിത്രി നടത്തിച്ച് കാട്ടിലൂടെ നടന്ന് നീങ്ങുകയാണ്. അവർ പലതും സംസാരിച്ചുകൊണ്ട് നീങ്ങി. ഈ സമയത്ത് ആശ്രമത്തിൽ ദ്യുമത്സേനനും ഭാര്യയും ദുഃഖിതരായിട്ട് തൻ്റെ മകനെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന്. ആ ആശ്രമത്തിലുള്ള മറ്റ് മഹർഷിമാർ, സുവർച്ചസ്, ഗൗതമൻ, ഭാരദ്വാജൻ, ദാൽഭ്യൻ, ആപസ്തംഭൻ, ധൗമ്യൻ മുതലായ മഹർഷിമാർ ഓരോ കാര്യം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. സത്യവാൻ സത്യം പാലിച്ചവനായതുകൊണ്ട് അവന് അപകടം വരില്ല. അദ്ദേഹത്തിൻ്റെ പത്നിയായ സാവിത്രിയാകട്ടെ തപസ്വിനിയാണ്, പതിവ്രതയാണ്, വ്രതനിഷ്ഠയോട് കൂടിയിരിക്കുന്നവളാണ്. അതുകൊണ്ട് അവൾക്ക് അപകടം വരികയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ സത്യവാനും സാവിത്രിയും വന്നു. അച്ഛനെ വന്നവർ രണ്ടുപേരും നമസ്കരിച്ചു. ഗൗതമൻ പറഞ്ഞു, സാവിത്രി, നിന്റെ ഭർത്താവിൻ്റെ പിതാവിനിതാ പെട്ടെന്ന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്താണ് അതിന് കാരണം? നിനക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. എന്താണ് അതിന് കാരണം? എന്താണ് ഇതിൻ്റെ രഹസ്യം? സാവിത്രി പറഞ്ഞു, മഹാത്മാക്കളെ, ഇതിന് രഹസ്യമൊന്നുമില്ല. നാരദ മഹർഷി പറഞ്ഞ കാര്യം തൊട്ടുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു. അവർക്കാർക്കും അറിയാത്തതായ ആ സത്യവാൻ്റെ ആയുസ്സിനെ സംബന്ധിച്ചതായ കാര്യവും കണ്ട കഥകളും നടന്ന കഥകളൊക്കെ തന്നെ വിസ്തരിച്ച് പറഞ്ഞപ്പോൾ മഹർഷിമാർ സാവിത്രിയെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ത്വയാ സുശീല വ്രതപുണ്യയാ കുലം സമുദ്ധൃതം സാധ്വി പുനഃ കുലീനയായി നീ ഈ സത്യവാൻ്റെ കുലത്തെ നിന്റെ വ്രതപുണ്യം കൊണ്ട് നീ ഉദ്ധരിച്ചിരിക്കുന്നു സാവിത്രി. നീ പുണ്യവതിയാണ്, ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആശ്രമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ പിറ്റേന്ന് തന്നെ ശാല്യരാജ്യത്തെ പ്രജകളിൽ കുറേ പേര് കാട്ടിലേക്ക് വന്നിട്ട് ദ്യുമത്സേനോട് പറഞ്ഞു, രാജാവേ,
അങ്ങയെ തോൽപ്പിച്ചവനായ ആ ശത്രുവുണ്ട്, ആ ശത്രുവിൻ്റെ അമാത്യന്മാർ തന്നെ അദ്ദേഹത്തെ ചതിയിൽ കൊന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാജാവില്ല. പ്രജകൾ ഒറ്റക്കെട്ടായി അങ്ങയെ രാജാവാക്കി വാഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ വന്നത്. സചക്ഷുർവാ തന്നോ രാജാഭവത്യുരി. കണ്ണുണ്ടായാലും ശരി കണ്ണില്ലെങ്കിലും ശരി ദ്യുമത്സേനനാണ് നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രജകൾ നഗരമാകെ ഇറങ്ങി നടന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് തിരിച്ചു വന്ന് രാജ്യം ഭരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യവാനും സാവിത്രിയും ദ്യുമത്സേനനും അമ്മയോടൊപ്പം കാട് വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി രാജ്യം ദീർഘകാലം ഭരിച്ചു, സുഖമായിട്ട് അവർ ജീവിച്ചു എന്നാണ്. സത്യവാൻ്റെ കഥ അത് സാവിത്രിയുടെ തപസ്സിൻ്റെ കഥയാണ്, സാവിത്രിയുടെ ആർജവത്തിൻ്റെ കഥയാണ്, വ്രതനിഷ്ഠയുടെ കഥയാണ്. ഭാരത സ്ത്രീകൾക്കുള്ള ഉദാത്ത മാതൃകയാണ് സാവിത്രി. ഈ കഥയും പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫലശ്രുതി വ്യാസൻ പറയുന്നു. യശ്ചേദം ശൃണുയാത് ഭക്തിയ സാവിത്ര്യാഖ്യാനമുത്തമം സ സുഖീ സർവസിദ്ധാർത്ഥോ അദുഃഖം പ്രാപ്നുയാന്നര. ആരാണോ ഭക്തിയോടുകൂടി ഈ സാവിത്രീ ചരിതം, സാവിത്ര്യാഖ്യാനം, സാവിത്രി ഉപാഖ്യാനം, ഈ ഉപാഖ്യാനം ആരാണോ ഉത്തമമായി ഈ കഥ ആരാണ് കേൾക്കുന്നത്, അവന് സുഖമുണ്ടാകും, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, ദുഃഖം ഉണ്ടാവുകയും ചെയ്യില്ല എന്ന ഫലശ്രുതിയോടുകൂടി ഈ കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. മാർക്കണ്ഡേയ മഹർഷി ഈ കഥയാണ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്.